അപ്പോഴേ ഞാൻ വിചാരിച്ച് ഇച്ചിരി പുട്ടുണ്ടാക്കുന്നത് പുഴുക്കലരി കുതിർത്തിയതും നമ്മൾ ചോറ് വെക്കുന്ന പുഴുക്കലരി കുതിർത്തിയതാണ്. എന്നിട്ട് അത് പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ചീനി ശകലം ഒരു കഷ്ണം ചീനി എടുത്ത് നമുക്ക് ചീവി പുട്ടിൻ്റെ കൂടെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് ചീനിയാണ്. അന്നേരം ഇന്ന് അതിനകത്ത് ഒരു കിഴങ്ങ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കുറച്ച് എടുക്കാം. ഈ ഒരു കഷ്ണം നമുക്ക് എടുക്കാം. ഈ കൊണ്ട് വെച്ചു. അപ്പോൾ തേങ്ങ നേരത്തെ ഞാൻ ചീവി കേട്ടോ, ചീവി എടുത്തതാണ്, കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് നമ്മൾ വേണ്ട ചീവി എടുക്കുന്നുണ്ട്. ചീവി ഇതുപോലെ വരും. ചീവി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിടണം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട ശേഷം നമുക്ക് ഈ അരി നമുക്ക് പൊടിച്ചെടുക്കാം. ഈ പുഴുക്കലരി നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ്. മില്ലി കൊണ്ടൊക്കെ പൊടിച്ച് നമ്മൾ പുട്ട് പുഴുങ്ങത്തില്ലേ, അതുപോലെ നമ്മളിത് തട്ടു. ഈ ചീനിച്ചട്ടിക്കകത്ത് തട്ടുവാണേ. ദാണ്ട് നല്ലോണം നമുക്ക് പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ പുട്ടുകുടത്തി വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് പൊടി നമുക്ക് നനച്ച് പുട്ട് കുത്തിക്കകത്ത് നമുക്ക് ഇത് വെക്കണം. പിന്നെ ചീനിയില്ലേ, ചീവിയിട്ട ചീനി, ആ ചീനി നമുക്ക് നല്ല രീതിയിൽ കഴുകി പിഴിഞ്ഞ് അതിൻ്റെ പാല് കളയണം. നല്ല രീതിയിൽ ഒരു 3-4 വെള്ളം കഴുകണം. എന്നാലേ അതിൻ്റെ അകത്തുള്ള ഊറ്റയൊക്കെ പോകത്തുള്ളൂ. പാല് കാട്ടും. പണ്ട് ചീനി പൊടിച്ച് ചീനി അരിഞ്ഞ് ഉണക്കി പൊടിച്ച് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അമ്മിച്ചമ്മ, എൻ്റെ അമ്മയുടെ അമ്മ ഞങ്ങൾക്ക് പുട്ട് പുഴുങ്ങി. അന്ന് പറയുന്നത് ഉക്കാല് പുഴുങ്ങുമെന്നാണ് പറയുന്നത്. ഉക്കാല് പുഴുങ്ങുമെന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് എല്ലാ അമ്മൂമ്മമാർ പറഞ്ഞ് ഉക്കാല് പുഴുങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷെ നല്ല രുചിയായിരുന്നു എന്നൊക്കെ ഉണ്ടാക്കി. ഇപ്പം നമ്മൾ ആരും അതൊന്നും ചെയ്യത്തില്ല. കുറച്ച് വെള്ളമോടെ നമ്മൾ ഒഴിച്ച് ഇത് നമ്മൾ ഇങ്ങനെ തന്നെ പിഴിഞ്ഞെടുക്കും. പിന്നെ ഈ ചീനി നമ്മൾ പിഴിഞ്ഞെടുത്ത ചീനി, പിന്നെ ഇനി ഈ പൊടി നമുക്ക് വറക്കണ്ട. നമ്മൾ പച്ചരി അല്ലേ നമ്മൾ പൊടിച്ചിട്ട് വറക്കുന്നത് പുട്ടുണ്ടാക്കുക. ഇതിപ്പം നമുക്ക് വറക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഇത് കുഴയ്ക്കാം. ശകലം ഉപ്പിടുക. നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പ് ഇട്ട് കുറച്ച് തേങ്ങ ഇട്ട് നമുക്ക് ഇടാം. പിന്നെ ഒരു കാര്യം പറയുകയാണ്, നമ്മൾ ഈ പുട്ടുപൊടി നമുക്ക് നനയ്ക്കാതെ ഈ തേങ്ങയുടെ നനവ് കൊണ്ട് തന്നെ നമുക്ക് നനച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ പുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നനയ്ക്കൊന്നും വേണ്ട. ഇന്നത്തെ നനവുണ്ട്, നല്ല മയമുണ്ട്. തേങ്ങയും കൂടെ മിക്സാക്കാം. മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന, പിന്നെ നമ്മൾ കണ്ട ഈ പൊടി ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുക. നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ മുകളിൽ അതുപോലെ തേങ്ങയും ചീനിയും കൂടെ വാരിയിടുക. ഇത് കുറച്ച് മാവും കൂടെ വെക്കുക. എന്നിട്ട് വെള്ളം തിളച്ചിപ്പം കിടക്കും. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് വേണം നമ്മൾ ഈ മാവ് കൊണ്ടുവന്ന് വെക്കാൻ. ആവി പോകുമ്പോൾ നമുക്ക് എടുക്കാം. കുറച്ച് നേരം ഒന്ന് ആവി പോകണം. എന്താണെന്ന് വെച്ചാൽ ചീനി ഒന്ന് ഇപ്പോഴും ആവി വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം കേട്ടോ. അടപ്പ് മാറ്റാം. നമ്മൾ തുടുപ്പ് വെച്ചാണ് കുത്തി തന്നെ. എന്താ അപ്പം നല്ല രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചീനിയൊക്കെ വെന്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇന്ന് ഞാനൊരു പുട്ടാണ് ഉണ്ടാക്കിയത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ടാറ്റ.